വെൽക്കം ബാക്ക് ടു കഡിൽ സ്റ്റൈൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഒന്നുമില്ല, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ വ്ളോഗ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ വ്ളോഗ് ഏതാണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ കുറച്ച് പേര് എക്സൈറ്റഡ് ആയിരിക്കാം, ചിലവർ എക്സൈറ്റഡ് ആയിരിക്കില്ല. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇച്ചിരി എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, എന്തായിരിക്കും ആ ഒരു വ്ളോഗ് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് വൈകിപ്പിക്കണില്ല. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ലുലു മാൾ ഡേ. യെസ് ഗൈസ്, അപ്പോൾ ലുലു മാളിലേക്ക് പോകുകയാണ് ഇന്ന് നമ്മൾ. അയ്യോ, ഇവിടെ ഇരുട്ടുണ്ടാകില്ല. ലുലു മാളിലേക്ക് പോകുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ലുലു മാളിൽ പോകണം. ബിക്കോസ് നമ്മുടെ വീടിനേക്കാൾ നല്ല ദൂരമുള്ള സ്ഥലമാണ് കേട്ടോ ലുലു മാൾ. അതുകൊണ്ട് നമ്മളങ്ങനെ പോവാറില്ല. നമ്മുടെ അടുത്ത് സെൻട്രോ മാളും വൈമാളൊക്കെയാണ് ഉള്ളത്. നമ്മളതുകൊണ്ട് ലുലു മാളിൽ പോവാറുണ്ട് കേട്ടോ, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പോവാണ്. അപ്പോൾ ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി നീറ്റാണ് പോണത്. അപ്പോൾ കുറേ പേരെങ്ങനെ റെഡി ആവാൻ ചാടിക്കുക ചെയ്യാണ്. ഞാൻ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണ് ഗൈസ്? ലുലു മാൾ ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പോണ മുതൽ വരണ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയല്ലേ ഗൈസ്? യെസ്, അപ്പോൾ ഇന്നത്തെ ഫുൾ വ്ളോഗ് നമ്മൾ ഇന്ന് ഇടുന്നതായിരിക്കും. സോ കം വിത്ത് മീ ടു ലുലു മാൾ. ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ എനിക്ക് കാണിച്ചു തരാമെന്നറിയില്ല, ഞാൻ നോക്കാം. ഗൈസ്, ഇതാ ഈ ഒരു ബാഗിയും ഒരു കാർഗോ ബാഗി ജീൻസും പിന്നെ ഇതാ ഈ ഒരു ജാക്കറ്റാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് പറയാം, ഇഷ്ടമായോ എന്നും പറയാം. നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്. ഒരു ഇരുട്ട് കുത്തിയല്ലേ ഗൈസ്. ഇതാണ് ഔട്ട്ഫിറ്റ്. ഈ ഒരു ജീൻസും ഈ ഒരു ജാക്കറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ ഇല്ലേന്നൊന്നും പറയാനൊട്ടും മറക്കരുത്. സോ ഗൈസ് കം, അപ്പോൾ നമ്മുടെ വ്ളോഗിലിട്ട് കിടക്കാം. സോ ഇന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണ്ടേ. തുടങ്ങണ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമ്മളൊന്ന് മിനിങ്ങിപ്പോയാലല്ലേ നമുക്ക് ലുലു മാളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ലുലു മാൾ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ആളുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് മെനയിലൊക്കെ പോകണ്ടേ. സോ അതിനെന്ത് വേണം? ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഗൈസ്, നമ്മുടെ ലുലു മാൾ വ്ളോഗ് ഇവിടെ തുടങ്ങാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ്, അപ്പോൾ ലുലു മാൾ വ്ളോഗ് തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്കത് തുടങ്ങാം. Once again, let's start our... അയ്യോ, തെറ്റിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ടല്ലോ, മുടിയൊന്ന് കെട്ടി വെക്കണം. യെസ് ഗൈസ്, അപ്പം മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രഞ്ചീസ് എടുത്ത് നമ്മളങ്ങനെ മുടി കെട്ടി വെക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കെട്ടി വെക്കാം. ട്രാൻസിഷൻ 1 2 3. യെസ് ഗൈസ്, എങ്ങനെയുണ്ട് ഈ ഒരു ട്രാൻസിഷൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ഗെറ്റ് റെഡി വിത്ത് മീക്ക് ഒരു കാര്യം കൊണ്ടുണ്ട്. എവിടേക്കാണ് പോയെന്നല്ലേ? ഈ സാമാനം എടുക്കാനാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് പോയത്. യെസ് ഗൈസ്, ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ത് എസ്തറ്റിക്, എന്ത് പിൻട്രസ്റ്റി. എന്തായാലും ഇതും കൂടെ വെച്ചാലല്ലേ ഒരു ഐശ്വര്യം വരുള്ളൂ. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. എന്തിൽ നിന്ന്? പക്ഷേ ഇപ്പോൾ എവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ ഒരു സാധനം എടുക്കാം. ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പോൺസ് ക്രീം, ഈ ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങാം. എനിക്ക് ആക്ച്വലി ക്രീമൊന്നും ഇടണ ഇഷ്ടമില്ല, ബിക്കോസ് ഓയിലി സ്കിൻ ആവണമുണ്ട്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, ബട്ട് എനിക്ക് ഈ ക്രീമൊക്കെ തേച്ചാൽ ഭയങ്കര ഓയിലി ടെക്സ്ചർ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി എടുക്കണുള്ളൂ ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. എന്നാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇടണത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇടണത് നല്ലതല്ല. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് വെരി ഗുഡ് ആയിട്ടുള്ള ഐറ്റം ആണെന്ന് ഞാൻ പറയൂല, ബട്ട് അതിൻ്റെ ഒറിജിനൽ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തത് ഗുഡാണ്. യെസ് ഗൈസ്, അലോവേറ ജെൽ. ഇത് കെമിക്കലൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ മുഖത്തിനൊക്കെ. ബട്ട് ഇത് കെമിക്കൽ യൂസ് ചെയ്തതായിരിക്കാം. ഓക്കെ, ബട്ട് ഇത് നല്ല രസമാണ്. ഇത് നമുക്കൊരു കൂളിഷ് എഫക്റ്റ് തരും കേട്ടോ നമ്മുടെ മുഖത്തിന്. ഇത് നല്ലോണം അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ ഗൈസ്. രണ്ട് സംഭവം ഇപ്പോഴേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സംഭവം എന്താണ് കൊടുക്കുന്നത്? അടുത്ത സംഭവം എന്താണെന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത്
യെസ് ഗൈസ്, എന്താണ് എന്താണ് അടുത്ത ഐറ്റം ഇപ്പം ഞാൻ പറയാം. അതിന് മുമ്പ് അസാധന എടുക്കട്ടെ. യെസ്, നമ്മുടെ ടാൽക്കം പൗഡർ. ഈ ടാൽക്കം പൗഡർ ഇല്ലാണ്ട് ഒരു ഗെറ്റ് വിറ്റമിനും എനിക്കില്ല. നിങ്ങളും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. എനിക്ക് എന്തൊക്കെ ഇട്ടാലും ടാൽക്കം പൗഡർ ഇടാൻ അത്യാവശ്യമാണ് ഗൈസ്, അടിപൊളിയാണ്. ഇങ്ങനത്തെ ടാൽക്കം പൗഡർ ലവേഴ്സ് നിങ്ങളുണ്ടോ? ഇനി ഞാനിത് ബ്ലെൻഡ് ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ ഓഫ് ക്യാമറയിൽ ഞാൻ 2 പ്രാവശ്യം 2 കോട്ടടിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടാൽക്കം പൗഡർ ഇട്ടാലേ ഒരു ഇത് വരുള്ളൂ. യെസ് ഗൈസ്, ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് വരുള്ളൂ. ഇനി അടുത്ത ഐറ്റം ആണ് നമ്മുടെ ടാൽക്കം പൗഡർ. നമ്മുടെ യാഡ്ലിയുടെ ഉണ്ട്. നമ്മുടെ ഐലൈനർ ഡാസ്ലിയറിൻ്റെയാണ്. ടാൽക്കം പൗഡർ യാഡ്ലി ഗൾഫീത്തെയാണ്. പിന്നെ ഐലൈനർ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഡാസ്ലിയർ, നോർമൽ കമ്പനിയാണ്, എല്ലാവരുടെയും ഉണ്ടാവുമായിരിക്കും അല്ലേ ഡാസ്ലിയർ. അപ്പോൾ നമുക്ക് ഓഫ് ക്യാമറയിൽ പോയിട്ട് ഇട്ടിട്ട് വരാം. ഒരു ട്രാൻസിഷൻ ചെയ്താലാ? വാ ഗൈസ്, 1 2 3. യെസ് ഗൈസ്, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അത്ര അടിപൊളിയായില്ലെങ്കിലും എനിക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് കാജൽ എഴുതലാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് കാജൽ എഴുതൽ. കാരണം കണ്ണിൻ്റെ ഇടയിലൊക്കെ പരക്കും. ബട്ട് ഒരു നല്ല കാര്യത്തിന് പോകുന്നവരിൽ തന്നെ ഒരു കാജൽ എടുക്കാം. പിന്നെ ആവശ്യ നേരത്തിന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വലിയ കാജൽ കാണൂല ഗൈസ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ കുട്ടിക്കൂറിയുടെ പോലത്തെ ഒരു കാജലാണ് ഞാൻ എടുക്കുന്നത്. അതും തന്നെ അതിലൊരു സാധനം ഉണ്ടായിട്ടും ഞാൻ കൈ കൊണ്ടേ ഇടുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ബട്ട് കൈ കൊണ്ടിടുമ്പോൾ ഒരു പെർഫെക്ഷൻ, കംഫർട്ടബിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനം ഒക്കെ വരും കേട്ടോ. സെറ്റാണ്. നമ്മളത് ഇട്ടിട്ടുണ്ട് ഗൈസ്. അടിപൊളിയല്ലേ? ഞാൻ നൈസായിട്ട് ഇടണേ എനിക്കിഷ്ടം. ഭയങ്കര ഡാർക്കായിട്ട് ഇട്ടാൽ എപ്പോഴാണ് പരക്കണേന്ന് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് ഞാൻ പറയാം. യെസ് ഗൈസ്, നമ്മുടെ ലിപ്സ്റ്റിക്ക്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ലിപ്സ്റ്റിക്ക് ഫൈനൽ സ്റ്റെപ്പ് എത്തിയെന്ന്. നോ, ബ്ലഷൊക്കെ ആര് വന്ന് ഇട്ട് തരും? അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ബ്ലഷാണ്. വെറും ബ്ലഷ് ആക്കാൻ പറ്റുമോ? ഹൈലൈറ്ററും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഒരു ഗ്ലോയിഷ് വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ ഒരു സമ്മർ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങാണ്ടുള്ള ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. എനിക്ക് ബ്രാൻഡ് ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ആ ഒരു ഹൈലൈറ്റർ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഫിംഗറിൽ ഡ്രോപ്പ് ആക്കാം. പിന്നെ നമ്മുടെ ബ്ലഷ് ആ ഒരു ഡ്രോപ്പും കൂടെ വെക്കാം ഗായ്സ്. ഇതാ കണ്ടോ, ഒരു ബ്ലഷും കൂടെ നമുക്കൊരു ഡ്രോപ്പ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിങ്ങനെ മൂത്താക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിളാണ് കേട്ടോ. അത് നമ്മൾ ചീക്കും ഇട്ട് കൊടുക്കുക, ന്യൂസും ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ തടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്ലെൻഡറുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തു. സംഭവം സിമ്പിളാണ് കേട്ടോ. പിന്നെ ബ്ലഷ് ഇട്ട് പിന്നെ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ ഈ ഒരു ബ്ലഷ്. പിന്നെ വേറൊരു ടൈപ്പ് ബ്ലഷും കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ എപ്പിട്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ആ ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയതാണ് ഗൈസ്. വളരെ വിഷമമുണ്ട്. പല ക്ലിപ്സും എൻ്റെ നിന്ന് സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ബട്ട് ഞാനിത് നിങ്ങളെ പറഞ്ഞറിയിക്കാം. എന്തായാലും ഈ ഒരു ബ്ലഷ് നമ്മൾ ചീക്കിയിലും ന്യൂസിലും തടിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റല്ലേ? ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്മൾ ബ്ലഷിലിട്ട ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ലിപ്സ്റ്റിക് ഇടുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ മേക്കപ്പിൻ്റെ ഒപ്പം ഒട്ടും ഇടുന്ന ഇഷ്ടമില്ല കേട്ടോ. ബട്ട് ഇപ്പോഴാണ് ഒരു പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ എപ്പോൾ പോയി ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ചെയ്തു. ആ ക്ലിപ്പ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയി ഗൈസ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പല ക്ലിപ്പ് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇനി പോവാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ ഗൈസ് പോവാൻ വേണ്ടിയിട്ട്. അറിയോ? അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മാമ. യോ, അപ്പോൾ എൻ്റെ മാമയാണ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇതാ കാർ ഓണാക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻസിലാണ്. വേറെ ഒരാളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കസിൻ നിച്ചിക്കാക്ക. കാണിച്ചു തരാം കേട്ടോ ഗൈസ്. യോ, ദിസ് ഈസ് നിച്ചിക്കാക്ക ഗൈസ്. വേറൊരാളെയും കൂടി കാട്ടിത്തരാം. പോയി ഗൈസ്. കിണിങ്ങി പൂച്ച ഗൈസ്. ദാ ഇവിടെ നമ്മുടെ കിണിങ്ങിക്കുട്ടി ഉണ്ട്. ഹായ് കിണിങ്ങി, ബായ്. നമ്മളിവിടെ കിണിങ്ങിനെ ഒറ്റക്കാക്കി പോവാൻ പോവാണ്. അല്ലെങ്കിൽ യെസ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. യെസ് ഗൈസ്, കാറി കയറാൻ പോകുന്നു. കാറി കയറിയിട്ട് കാണാം. ബൈ. അത് ഏറ്റവും ആയത്തിൽ ചോദ്യാതി എവിടേക്കും കാവലാണ്. വണ്ടി കയറുമ്പോ ഈ പറഞ്ഞത് ചൊല്ലണം. അവര് പോയ എന്താളും വണ്ടിയിൽ
അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും സ്ഥലത്തെത്തി. ലുലു മാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഏത് പള്ളിക്കാട്ടിലാണ് നിർത്തിയേക്കണേന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവാല്ലേ. അല്ല, ലുലു മാൾ എന്ന് പറയുമ്പോൾ ഓ ഓ ഓ അതിന് മുമ്പ് ഇപ്പം സമയം 11:50. ഇപ്പം എന്തിനാണ് ഇവിടെ വന്ന് നിർത്തിയേക്കണേന്ന് അറിയാമോ? ലുലു മാളിൽ കയറി കഴിഞ്ഞാൽ ടൈം പോണ കണക്ക് നമുക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. അത് ഉറപ്പല്ലേ? നിങ്ങൾക്ക് ശരിയല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ലുലു മാളിൽ കയറിയാൽ പിന്നെ എന്തായാലും ടൈം പോണ അറിയില്ല. അതുകൊണ്ട് പിന്നെ ചോറിൻ്റെ കാര്യം തന്നെ മറന്നു പോകും. അപ്പം തന്നെ പിടികിട്ടിയിലെ കാര്യങ്ങളൊക്കെ. സംഭവം നമ്മൾ 11:45 ചോറ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ലുലു കയറിയാൽ പിന്നെ ചോറ് ഞാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ചോറിന്ന് വെക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെരിയാറ് പെരിയാറ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അതും തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ചിക്കൻ ബിരിയാണി നോൺ വെജ് ഒന്നും അല്ല. നോൺ വെജ് ആണ്. ചിക്കൻ ബിരിയാണി മന്തി അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. സംഭവം ഒരു ഫിഷ് കറി അല്ല, ഫിഷ് ഐറ്റംസ് ട്രൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല, എന്നാലും ഒരു വെറൈറ്റി അല്ലേ, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ രണ്ടാൾക്കാർക്ക് മെയിനായിട്ട് ആഗ്രഹമുണ്ട്. എൻ്റെ ഉമ്മച്ചിക്കും എൻ്റെ മാമാക്കും രണ്ടുപേർക്കും കുറേ നാളായ ആഗ്രഹം ഫിഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നേക്കാണ് ഇവിടേക്ക്. അപ്പോൾ നമ്മൾ പെരിയാറിലേക്ക് ഫുഡൊക്കെ കഴിച്ചു സെറ്റായി. അപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, ഫുഡ് കഴിക്കാൻ ഏത് കടയാണ്? ആ കാണാൻ നേരെയുള്ള കടയില്ലേ, ആ ഒരു സംഭവം കണ്ടാൽ തട്ടിക്കട പോലൊക്കെ തോന്നും. എങ്കിലും അകത്ത് നല്ല സെറ്റപ്പാണെങ്കിലും ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. പുറത്തും അകത്തുമായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല സെറ്റപ്പ് എന്ന് പറയാൻ റിസോർട്ടൊന്നും അല്ല കേട്ടോ. സംഭവം ഒരു തട്ടുകട പോലെയാണ്, എന്നാലും അതൊരു വേറെ ഒരു വൈബല്ലേ. എന്തായാലും പറഞ്ഞ സംഭവങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതല്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അകത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ അകത്തുനിന്ന് പുറത്തുള്ള വ്യൂ നമുക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ തിന്നിനിടയിൽ. ബട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യൂ വേണ്ട, ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള വ്യൂ കാണുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. നമ്മളെന്തായാലും അകത്തിരുന്നിട്ടില്ല, കാരണം നമുക്കൊരു തിങ്ങിക്കൂടി ഒരു ഇത് തോന്നി. ബട്ട് പുറത്തിരുന്നപ്പോൾ നല്ലൊരു ഓപ്പൺ സ്പേസ് പോലെ തോന്നി. ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ 8 പേരാണുള്ളത്. അതുകൊണ്ട് വലിയൊരു ടേബിളാണ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല, കുറച്ച് പേരൊക്കെ കൈ എഴുതാൻ പോയേക്കാണ്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഓർഡർ ചേച്ചി വന്നു. സാധാ ഹോളിലൊക്കെ മെനു ബുക്കാണ് ഉണ്ടാവാറ്. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിങ്ങനെ ഒരു ബൗളിലാക്കിയിട്ട് കാണിച്ചു തരും. എന്നിട്ട് ഏത് വേണമെന്ന് പറയും, നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, കഴുവേ അങ്ങനെ എന്തോ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ സദ്യയും ആയിട്ട് നമ്മളെല്ലാം കൂടി കുഴച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ നോൺ വെജ് ആണല്ലോ കഴിക്കാറ്. ബട്ട് ഇപ്പോൾ ഒരു വെറൈറ്റിക്കാണ്, ഞാൻ പറഞ്ഞല്ലോ വെജാണ് കഴിക്കുന്നത്. ചിക്കൻ നമുക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെ പേര് കിട്ടണില്ല, വെച്ചെന്തോ ആണ്. അപ്പോൾ നമ്മൾ പേരൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. കൂന്തൽ എന്നാണ് അതിൻ്റെ പേര്. കൈയൊക്കെ കഴുകി നമ്മൾ നേരെ അങ്ങോട്ട് സ്ഥലം വിട്ടു. ഇനി എവിടേക്കാണ് നേരെ പോണത്? ലുലു മാൾ ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ വിട്ട് നമ്മൾ ലുലു മാളിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു ഗൈസ്. ലുലു മാളിലേക്ക് അങ്ങോട്ട് എൻട്രി ചെയ്തു. ഇനിയിപ്പോൾ എത്ര മണിക്കൂർ പോകുന്നു നമുക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഞാൻ പറയാം, ഒരു നമ്മുടെ 12 മണിക്ക് കയറിയതാണ് നമ്മുടെ ലുലു മാളിലേക്ക്. എന്നിട്ട് നമ്മൾ ഇറങ്ങിയത് 6 മണിക്കാണ് ഗൈസ്. അതാണ് ലുലു മാളിൻ്റെ സ്പെഷ്യാലിറ്റി. എത്ര മണിക്കൂറാണ് പോയത് നോക്കി, ബട്ട് നോ പ്രോബ്ലം. ഞങ്ങൾ എല്ലാവരും ഒരു കുഴപ്പമില്ല, എത്ര മണിക്കൂർ പോയാലും ഞങ്ങൾ എല്ലാം വാങ്ങിച്ച എല്ലാ ഐറ്റംസിനും സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ലുലു മാളൊക്കെ കറങ്ങി കണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ലുലു മാളിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും ലുലു മാളൊക്കെ അറിയായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഉള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഫസ്റ്റ് ഓഫ് ഓൾ ലുലു മാളിൽ കയറി തന്നെ ഫസ്റ്റ് പോയത് വാഷ്റൂമിലേക്കാണ്. മീൻസ് വാഷ് ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾക്കൊക്കെ പോയി. ആൻഡ് ഓൾസോ ഇപ്പോൾ വാഷ്റൂമിൽ നിന്ന് ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ നടക്കാൻ അങ്ങോട്ട് തുടങ്ങി ഗൈസ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനും എൻ്റെ മാമയും കൂടി എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കണ്ടു ഗൈസ്. മീൻസ് ഫുഡ് കട, ഡ്രസ്സ് കട, ചെരുപ്പ് കട, സ്വർണ്ണക്കട, അങ്ങനെ പല കടകളും ഞങ്ങൾ ചുറ്റിക്കണ്ടു. ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇങ്ങനത്തെ കടകളിൽ നിന്നൊന്നും വാങ്ങാറില്ല, പ്രത്യേകിച്ച് ലുലുന്ന്. വാങ്ങും, പക്ഷേ ലുലുന്ന് അങ്ങനെ വാങ്ങൽ കുറവാണ്.
എന്നിട്ട് ഇനി വാങ്ങണ കടയിലേക്ക് പോയി. അതാണ് എവിടെ കാണുന്നത് അറിയില്ലല്ലോ, ബട്ട് ഞാൻ കാണിച്ചു തരാം. എവിടേക്കാണ് ഈ എസ്കുലേറ്ററിലൊക്കെ കയറി പോണെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ അല്ലേ? എന്തായാലും കയറി പോണത് എവിടേക്കാന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. വെറുതെ കറങ്ങാൻ പോണതാണ് ഗൈസ്, ഒന്നും വാങ്ങാൻ പോണില്ല. എന്നിലും വെറുതെ ഇങ്ങനെ കാണണമല്ലോ അല്ലേ. ആ പിന്നെ എൻ്റെ കുഞ്ഞുമ്മയും ഉമ്മയും കൂടി പ്രെയർ ഹാളിലേക്ക് പോയിക്കായിരുന്നു, നിസ്കരിക്കാൻ പോയിക്കായിരുന്നു. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് അവർ നിസ്കരിക്കാൻ പോയിക്കായിരുന്നു. ഞങ്ങളാണെങ്കിൽ അവിടെ കാത്തിരിക്കുന്നു കേട്ടോ. കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാനും മാമയും കൂടി, ഉമ്മച്ചിയൊക്കെ അടിയിലുണ്ട്, ഞാനും മാമയും കൂടി ഇങ്ങനെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരത്തെ ഈ സ്റ്റാച്ചു ഒക്കെ കണ്ട് ഒരു പിക്ക് എടുത്ത് ഗൈസ്. ഓഹ് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം മുതൽ തിരിച്ചെത്തണ വരെ എന്തോരം ഫോട്ടോ എടുത്തെന്നറിയോ ഗൈസ്. ഫാമിലി ഫോട്ടോ, അതുപോലെ തന്നെ സിംഗിൾ ഫോട്ടോ, എന്തോരം ഫോട്ടോ എടുത്തെന്നറിയോ. എല്ലാ പിക്കും ഇതിൽ ആഡ് ചെയ്യാൻ നിന്നാലേ നമ്മുടെ വീഡിയോ കഴിയിൽ ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യണമില്ല ഗൈസ്. എന്തായാലും ഞങ്ങളെല്ലാവർക്കും ഇങ്ങനെ കറങ്ങി, ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇങ്ങനെ ഷൂ കടയിലൊക്കെ പോയി മാമ റേറ്റ് ഒക്കെ ചോദിച്ചു. ബിക്കോസ് മാമക്കൊന്ന് ഷൂ ഒക്കെ വേണമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മാമ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു മിററിൽ കൂടെ നടക്കാൻ നോക്കി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പോലത്തെ ഒരാൾ വരുന്നത്. പിന്നെ ഒട്ടും എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ഇതൊരു മിററാണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായ മിററാണ്. അതുകൊണ്ട് കുറേ മിറർ ഫോട്ടോ ഒക്കെ എടുത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മ വിചാരിക്കും ഓ നമ്മളെപ്പോലത്തെ ഒരാളാണ് വരുന്നതെന്ന്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഞാൻ മാമാനോട് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന്. അപ്പം മാമ പറഞ്ഞു വാങ്ങിച്ചു തരാം, അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്ര ഐസ്ക്രീം എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. എനിക്ക് വാങ്ങാൻ പോയപ്പോൾ ബാക്കി എല്ലാവരും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 8 ആൾക്കും കൂടി 8 ഐസ്ക്രീം അങ്ങോട്ട് വാങ്ങിച്ചിട്ടാ ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നിട്ടാ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ഓറിയോയുടെ ഫ്ലേവറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ എല്ലാവരും തീർത്ത് തിന്നുകയും ചെയ്തു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അല്ലേ നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങളും തിന്നണ സാധനങ്ങളും ഞമ്മും അതുപോലെ തന്നെ നമ്മുടെ ഇസ്ത്രിക്ക് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താ നടന്നതെന്ന് അറിയില്ല കേട്ടോ. ബാക്കിയുള്ള ഇവിടെ നിന്നാണ് നമ്മുടെ ലുലു വ്ളോഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒരു കുഞ്ഞി റൂമൊന്നല്ല കേട്ടോ, ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. കാരണം വേറൊരു സെക്ഷൻ നമുക്ക് വേണ്ട. ഈ ഒരു സെക്ഷൻ, ഈ ഒറ്റൊരു സെക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ സെറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കയറണത്. ലുലു വന്നാൽ ഞാൻ ആകെ കൂടെ കയറുന്ന സ്ഥലം ഇത് മാത്രം. എന്തായാലും ഈ ഒരു പിക്ക് ഇതൊക്കെയാണ് ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. കോമ്പൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ കോമ്പിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു കടയിൽ കയറിയപ്പോൾ, ലുലു തന്നെ വേറൊരു സെക്ഷനിൽ കയറിയപ്പോൾ റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലുലുവിൽ പിന്നെ പറയണ്ടല്ലോ, കുറേ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കുപ്പി, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ആക്സസറി ഐറ്റംസ്, ക്യൂട്ട് ഐറ്റംസ്, എസ്തറ്റിക് ഐറ്റംസ്, പിൻട്രസ്റ്റ് ഐറ്റംസ്, കവായി ഐറ്റംസ്, വിൻറ്റേജ് ഐറ്റംസ്. എൻ്റെ പൊന്നോ, തീരാത്തത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറേ സംഭവങ്ങൾ കണ്ടെങ്കിലും നോക്കിയെങ്കിലും നടന്നെങ്കിലും വാങ്ങിച്ചത് കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ, സ്റ്റേഷനറി ഐറ്റംസിൽ നിന്ന്. പക്ഷെ തിന്നാൻ അൺലിമിറ്റഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്യൂട്ട് പൗച്ചുകളൊക്കെ കണ്ടാൽ വാങ്ങിച്ചൊന്ന് പോകാൻ തോന്നും. പക്ഷേ റേറ്റൊക്കെ എത്രയെന്നറിയോ? ഇപ്പം കാണിച്ച ആ ഒരു പൗച്ച് ഉണ്ടല്ലോ, അതിന് 1000 സംതിങ് റേറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ തിരിച്ചു വെച്ച് 1000 രൂപ കൊടുത്ത് ബോക്സ് വാങ്ങിച്ചു വെക്കണം. എന്തിനാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. ഓലോ. യെസ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു റബ്ബർ സെറ്റിന് എത്രയാണെന്നറിയോ? നിങ്ങൾ വിചാരിക്കും ഒരു 50 രൂപ അല്ലെങ്കിൽ 40 രൂപ ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. എത്രയാണെന്ന് അറിയൂ ഗൈസ്? 75 രൂപയാണ് ഇതിന്. അതുകൊണ്ട് നമ്മളത് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു റബ്ബറൊക്കെ എടുത്തിട്ട് എന്തിനാണ് നോർമൽ റബ്ബറൊക്കെ പോരെ. പിന്നെ കുറേ മാർക്കേഴ്സ്, പെൻസ്, അതുപോലെ തന്നെ ഹൈലൈറ്റേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബ്രഷ് പെൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഒന്നും വാങ്ങിച്ചില്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിനോടൊന്നും. വെറുതെ എന്തിനാണ്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ പെന്നിൻ്റെ കുറേ സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്, മാമ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ പെയിൻറ്റിങ് പാലറ്റിൻ്റെ സെക്ഷൻ ഞാൻ നോക്കി നടക്കായിരുന്നു. ഫൈനലി എനിക്ക് കിട്ടി ഗൈസ്. ഞാൻ കുറേ നാളെ പെയിൻറ്റിങ് പാലറ്റ് വാങ്ങണം എന്ന് വിചാരിക്കണേ. കുറച്ച് റേറ്റ് ഉള്ളൂ കേട്ടോ, 31 റുപ്പീസ് എങ്ങാണ്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഒരെണ്ണം എടുക്കാമെന്ന്. പെയിൻറ്റിങ് പാലറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബുക്കിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ഈ ഒരു മാജിക് മാലുവിനെ കണ്ടത് ഗൈസ്. ഈ ഒരു മാജിക് സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കാർഡിൻ്റെ ഉള്ളിൽ കോയിൻ ഉണ്ട്. പിന്നെ ഇതുപോലെ വാട്ടർ വണ്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവം ഉണ്ടായിരുന്നു. അതിന് 500 സംതിങ് ആയിരുന്നു. ഇതിന് 200 സംതിങ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, തിരിച്ച് വെച്ച്. അതിന് പകരം വേറൊരു നോട്ട് പാഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നോട്ട് പാഡ് എസ്തറ്റിക് ആണോ ക്യൂട്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് നല്ലൊരു അടിപൊളി നോട്ട് പാഡാണ് കേട്ടോ. ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 31 റുപ്പീസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. 32 30 സംതിങ് ആയിരുന്നു. ബട്ട് അടിപൊളിയാണ്. നമ്മൾ അത് 2 എണ്ണം ഇപ്പോൾ എടുത്തിട്ടുണ്ട്, പിന്നെയും ബാലൻറ്റും അതുപോലെ തന്നെ നോട്ട് പാഡും.
പിന്നെ നമ്മൾ കളർ പെൻസിൻ്റെയും അതുപോലെ തന്നെ ബ്രഷിൻ്റെ ഒക്കെ സ്ഥലത്തൊക്കെ പോയി. ബട്ട് അവിടെ ഒന്നും എനിക്ക് വേണ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബ്രഷ് സെറ്റിന് തന്നെ 400 സംതിങ് റേറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് തിരിച്ച് വെച്ചു. നമ്മുടെ ഏരിയയിലൊക്കെ അതിനേക്കാളും പൈസ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് ഗൈസ് ഇത്. ക്രാഫ്റ്റ് ബിറ്റ്സ്, ക്രാഫ്റ്റ് പൈപ്പ് ക്ലീനേഴ്സ്, ക്രാഫ്റ്റ് സ്റ്റിക്കേഴ്സ് കുറേ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞാൻ പറയണില്ല, 400 സംതിങ് റേറ്റാണ് എല്ലാത്തിനും. പിന്നെ ഒരു ഗ്ലിറ്ററിൻ്റെ സാധനം ഉണ്ടല്ലോ, ഒരു 4 ഗ്ലിറ്റർ ആയിട്ടുള്ളത്, അത് എൻ്റെ ഉമ്മച്ചി എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അതുകൊണ്ട് നമ്മളത് കൈ പിടിച്ചിട്ടുണ്ട്. അടിപൊളി സംഭവമാണെന്ന് തോന്നുന്നത്. പിന്നെ കുറേ ഹോൾഡേഴ്സും ഒക്കെ, പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റിക്കി നോട്ട്സിൻ്റെ അവിടേക്ക് എൻ്റെ കണ്ണ് പോയെങ്കിലും ഞാൻ വാങ്ങിച്ചില്ല, ബിക്കോസ് എനിക്ക് വാങ്ങിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. വീട്ടിൽ എന്തോരുണ്ട്. പിന്നെ കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പെയിൻറ്റ് വാട്ടർ കളർ ഉണ്ടല്ലോ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ആക്സസറി സെക്ഷനിൽ കാണട്ടാ. ആക്സസറി സെക്ഷനിലേക്ക് പോയപ്പോഴും എൻ്റെ കണ്ണങ്ങോട്ട് തള്ളിപ്പോയി. എല്ലാ സാധനങ്ങളും ഉണ്ട്, എന്നാലുണ്ടല്ലോ അതിന് ഇരട്ടി പൈസയാണ് ഇതിന്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രാബ് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ അതിൻ്റെ റേറ്റ് സംതിങ് വന്നിട്ട് 20 റുപ്പീസ് ആയിരുന്നു. ചിലപ്പോൾ അതിന് മുകളിൽ ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇവിടെ ഉണ്ടായിരുന്നത് 1 ക്രാബിന് 65 റുപ്പീസാണ്. ഇങ്ങനെയാണ് ഗൈസ്, ഒരു ക്രാബിന് 65 റുപ്പീസാ. ഓക്കെ, അത് സമ്മതിക്കാം. ഈ ഒരു ക്ലിപ്പിന്, എൻ്റെ പൊന്നോ, ആ ഒരു ക്ലിപ്പിന് 89 അങ്ങാണ്ട് റുപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഈ ചീർപ്പിന് 500 സംതിങ് റേറ്റ് ഉണ്ട്. എന്താ പറയുക, കുഴപ്പമില്ല. ഇതൊക്കെ വെച്ചോ ഈ ഒരു റേറ്റ് കുഴപ്പമില്ലാന്ന് തോന്നണ്. ചിലവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല, എനിക്കത് കുഴപ്പമുണ്ട്. ബിക്കോസ് എന്തോരം റേറ്റാണ് ഗൈസ്. ബട്ട് സംതിങ് കുറഞ്ഞ റേറ്റിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഗ് പോലത്തെ ക്ലിപ്പ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ കാണുന്ന സംഭവം കുറേ പേര് വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മോളെ, ഈ ഒരു സാധനമുണ്ട്, ഇത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ റേറ്റ് സംതിങ് 1000 സംതിങ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അതിപ്പോൾ വെച്ചിട്ട് എന്തിനാണ്. പിന്നെ ഈ ഓണത്തിനൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നല്ല ഫാൻസി ആയിട്ടുള്ള ഹെയർ ബാൻഡ് സെക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് അങ്ങനത്തെ കുറേ എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു എവിലൈൻ്റെ ബ്രേസ്ലെറ്റ്. നമ്മൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നണത്? 2 സെക്ഷനായിട്ടുള്ള ഒരു മാല ആയിട്ടല്ലേ നിങ്ങൾക്ക് തോന്നണത്? ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ അതൊരു പാസരമായിരുന്നു ഗൈസ്. കണ്ട കാലിൻ്റെ ചിഹ്നം, അത് പാസരമാണ്. കണ്ടാൽ അത് മാലയായി തോന്നും. ഞാനത് എടുക്കാനൊക്കെ വലിയ കാര്യത്തിലൊക്കെ പിടിച്ച് പോയാണ്. പിന്നീട് മനസ്സിലായത് അത് പാസരമാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ആക്സസറി സെക്ഷനിൽ നിന്ന് നമ്മളങ്ങനെ ഒന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ പറയണമെന്നറിയില്ല, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ബാംഗിൾ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും നമ്മൾ എടുക്കാൻ പോയില്ല. ഇയറിങ്സിനൊക്കെ അത്യാവശ്യം പൈസ കുറവായിരുന്നു. പിന്നെ ഈ ജീൻസിനൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇയറിങ്സും ക്രാബ്സും സ്ക്രഞ്ചീസൊക്കെ ഇയറിങ്സും സ്ക്രഞ്ചീസും ഒക്കെ ഭയങ്കര പൈസ കുറവായിരുന്നു. പിന്നെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തിരിച്ച് പിന്നെയും വന്നിട്ടാ. ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും തണുപ്പുള്ളത് എടുത്തില്ല എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സ് പറഞ്ഞു. അപ്പോൾ ഓടിപ്പോയിട്ട് ബില്ല് അടിക്കണമെങ്കിൽ കുറേ മുമ്പ് ഞാൻ ഓടിപ്പോയി മിൽക്കി മിസ്റ്റിൻ്റെ ഒരു യോഗേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചിയും പിന്നെ മാമന്മാരൊക്കെ കൂടി, എൻ്റെ മാമയും ഉമ്മച്ചിയൊക്കെ കൂടിയിട്ട് അവിടെ കേക്ക് നോക്കണം. ഞാൻ നോക്കുമ്പോൾ ഞാനും നോക്കി കേക്കൊക്കെ. അപ്പോൾ എൻ്റെയും എല്ലാവരുടെയും സജഷനൊക്കെ ആയിട്ടേ ഒരു പിസ്ത കേക്ക് എടുത്തു. ബട്ട് പിന്നെ ഞാനങ്ങോട്ട് പ്രിങ്കിൾസ് സെലക്ട് ചെയ്യാൻ പോയിട്ടാ. ഞാൻ പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു, ലേസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടിക് ടാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയുക, മറ്റേ ചൂപ്പാ ചിപ്സ് ഉണ്ടല്ലോ, ആ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോരം ഐറ്റംസ് എടുത്തെന്ന് അറിയോ ഗൈസ്? ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ കണ്ടോ, ചുപ്പാ ചിപ്സ്, അതുപോലെ തന്നെ ടിക് ടാക്ക്. പിന്നെ ഈ ഒരു സാധനം ഗൈസ്, ഉപ്പിലിട്ട ഐറ്റംസ് ആണ് ഇത്ര ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടാ. ഞങ്ങൾ പനീർ വാങ്ങിച്ചു, അതുപോലെ തന്നെ ഒലീവ് ഉപ്പിലിട്ടത്. എൻ്റെ പൊന്നു എന്ത് ടേസ്റ്റാണെന്നറിയോ. ഒലീവ് നിങ്ങൾ മസ്റ്റായിട്ട് 1 ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാണുന്ന ഫുള്ള് ഹൽവ കേട്ടോ. ഹൽവ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൽവ വേറെ എനിക്കങ്ങനെ സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമില്ല. മീൻസ് ഹൽവ, ജിലേബി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ല. ബട്ട് എൻ്റെ ഉമ്മ എടുത്തതാണ് കേട്ടോ, ഉമ്മയും മാമയും കൂടി എടുത്താണ്. അടിപൊളി.
പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വൈബിൽ നിന്ന് മാറി ഞങ്ങളിപ്പോൾ ഇതാ ബില്ലടിക്കാൻ വന്ന് നിൽക്കുകയാണ്. ബില്ലടിച്ചു, പേയ്മെൻ്റൊക്കെ കൊടുത്തു. അധികം പൈസ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഗൈസ് ഇത്രയും കിറ്റ് സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങി ഇപ്പം നമ്മൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് പിന്നെ ഞങ്ങൾ പിസ്സയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹാഫും പിന്നെ ഒരു ഫുള്ള് പിസ്സയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഈ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് കാർ എടുക്കാൻ പോകുമല്ലോ, ആ ടൈമിൽ ഒരു ഫ്ലാറ്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അതിങ്ങനെ ചാടിയാൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഞാൻ ആ ട്രോളിയും അങ്ങനെ ഒഴുകി പോയി. ഞാനും എൻ്റെ 2 മാമന്മാരും എൻ്റെ നിശ്ചിക്കാക്കയും കൂടെ കാർ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കാർ എടുത്ത് ട്രോളിത്തെ എല്ലാ സാധനങ്ങളും കാറിലേക്കാക്കി വെക്കാണ്. കണ്ടോ, ഇതാ സെറ്റല്ലേ. അപ്പോൾ അതാ എല്ലാവരും വെച്ചു. പിസ്സൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കി നിർത്തിയിട്ട് കഴിക്കും പിസ്സ. ചൂടാറുന്നതിന് മുമ്പ് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്രണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അജുമാമ തള്ളി അജാമ ഫ്രണ്ട് സീറ്റ് എടുത്ത് ഗൈസ്. അപ്പോൾ ഞാൻ ബാക്കിൽ തന്നെ ഇരിക്കേണ്ട വന്ന്. അപ്പോൾ ഞാൻ ബാക്കിലിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരുട്ടായിട്ട് തോന്നുന്നുണ്ടാവും, ബട്ട് ടൈം അത്രയും ആയിട്ടില്ല. 6 o'clock 5 o'clock സംതിങ് ആയിട്ടുള്ളൂ. ബട്ട് ഇരുട്ട് എന്തുകൊണ്ടാണ് തോന്നണതെന്ന് വെച്ചാൽ, വലിയൊരു കാറ് പാർക്ക് ചെയ്യണ സ്ഥലത്ത് ഭയങ്കര ഇരുട്ടാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കാറ് പാർക്ക് ചെയ്യണ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പോകുന്നു. ഇപ്പോൾ ദാ ഒരു നമ്മൾ ലുലുവിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എറണാകുളം സംതിങ് ഒക്കെ എത്തി. എൻ്റെ പൊന്നോ, അടിപൊളിയായിരുന്നു ഗൈസ് ലുലുവിൽ. എന്താണ് നടന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയായിരുന്നു ഞാൻ. പിന്നെ ഇപ്പോൾ ഞങ്ങളുള്ളത് കലൂർ സ്റ്റേഡിയത്തിലാണ് കേട്ടോ. അപ്പോൾ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ പിസ്സ കഴിക്കാൻ വേണ്ടി ലാൻഡ് ചെയ്തതാണ്. പക്ഷേ ഭയങ്കര മണം ഉണ്ടായിരുന്നു കേട്ടോ ടോയ്ലറ്റിൻ്റെ. അത് പബ്ലിക് ടോയ്ലറ്റ് കാരണം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് കംഫർട്ട് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ കടയിൽ കയറി കഴിച്ചാലോ എന്ന്. ബട്ട് അവിടുത്തെ ഓണർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. റൗണ്ട് അടിച്ച് എവിടെയെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് നോക്കി പീസായിട്ട് ഇരുന്ന് തിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് മുമ്പിലേക്ക് പോയപ്പോൾ നല്ല പീസായിട്ടുള്ള സ്ഥലം കണ്ടിട്ട്, ആൾക്കാരൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ച്. സംതിങ് നമ്മൾ കാറിൽ നിന്നും കഴിച്ചിട്ടാ, ഇച്ചിരി കാറിൽ നിന്നും കഴിച്ച്, പുറത്തു നിന്നും കഴിച്ച്. ഈ കാറിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കഴിച്ചിട്ടാ. ചിലവരൊക്കെ കാറിൽ നിന്നാണ് കഴിച്ചത്. ഞാൻ കാറിൻ്റെ പുറത്ത് നിന്ന് കഴിച്ച്. അടിപൊളിയായിരുന്നു കഴിച്ച് എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് പിസ്സയും ഒരു ഫുൾ പിസ്സയാണ് എടുത്തത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിസ്സക്കൊക്കെ. പിസ്സ മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും കഴിച്ചു നോക്കണം. പിസ്സ കഴിക്കാത്ത ആയിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും വീട്ടിലെങ്കിലും ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു നോക്കണം കേട്ടോ പിസ്സ ഒക്കെ നിങ്ങൾ. പിന്നെ എനിക്ക് ചായ കുടിക്കാൻ അങ്ങനെ ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ മാമന്മാരും ഞാൻ വെച്ച് എല്ലാവരും ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് എല്ലാവരും ചായ വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉപ്പ് സോഡ സർബത്ത്, അതുപോലെ തന്നെ ഫ്രഷ് ലൈം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. ബട്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കുടിക്കണ്ട, പിസ്സ മാത്രം തിന്നാന്ന് കേട്ടോ. എല്ലാവരും ചായ കുടിക്കണ്ടായിരുന്നു. എല്ലാവരും പിസ്സ എടുക്കണം. അപ്പോൾ ഞാനും പിസ്സ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് എടുത്തത് എൻ്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചി എടുത്തപ്പോൾ ഒരു ചീസി ഇത് വന്നിട്ടാ. പിന്നെ അപ്പോൾ ഈ പിസ്സ ഒറ്റക്കടിയിൽ തന്നെ എല്ലാ സാധനവും താഴ്ത്ത് വീണു. എല്ലാ മുകളിലത്തെ ഇട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താഴ്ത്ത് വീണിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചു. എൻ്റെ ഓരോ കടിയിലും എല്ലാം താഴ്ത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 പിസ്സയിൽ നിന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം ടേസ്റ്റൊക്കെ ആയിരുന്നു, വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഇച്ചിരി ചീസ് കൂടുതലുണ്ടെന്ന് ഒരു എവിടെയോ ഒരു ഇത്. അപ്പോൾ ഞാൻ അവിടെ ഫോൺ വെച്ചിട്ട് കൈ കഴുകണം. അതുപോലെ തന്നെ കൈ കഴുകി ഞാൻ ഇപ്പോൾ എരിയല്ല ദാഹമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് കാറി കയറാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ, പിസ്സ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ മാമയും എൻ്റെ വല്യമ്മച്ചിയും കാറിലിരുന്ന്. ബാക്കി എല്ലാവരും ബ്രോഡ്വേയിൽ പോയി വന്നത് 8 മണിക്കാണ്. എൻ്റെ ഉമ്മച്ചിയൊക്കെ ബ്രോഡ്വേയിൽ കറങ്ങാൻ പോയി, എൻ്റെ കുഞ്ഞുമ്മ ഉമ്മച്ചി ഉമ്മക്ക. എന്നിട്ട് വന്നത് 8 മണിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവളുടെ വീട് എറണാകുളത്തായിരുന്നു. അപ്പോൾ ആ കസിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പൊറോട്ടയും ബീഫൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്ന് കറിയിരുന്ന് ചുപ്പാ ചുപ്സൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിശന്നപ്പം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കസിൻ്റെ വീട്ടിൽ പോയ ക്ലിപ്പ് എടുക്കാൻ മറന്നു ഗൈസ്. അതുപോലെ തന്നെ ബ്രോഡ്വേയിൽ പോയ ക്ലിപ്പ് ഞാൻ പോയില്ലല്ലോ, എൻ്റെ ഉമ്മച്ചിയിലേ പോയത്. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ക്ലിപ്സ് ഒന്നും. പിന്നെ എന്താ പറയുക, അത്രേ ഉള്ളൂ. കസിൻ്റെ വീട്ടിൽ നിന്ന് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചിപ്സ് കഴിച്ചിട്ട് നമ്മുടെ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്.
അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒട്ടും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.